എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അയർലൻഡിലെ ഒരു നഴ്സിന്റെ എക്സാക്ട് ശമ്പളത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ആ വീഡിയോ നിങ്ങൾ ഇനിയും കണ്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ശമ്പളത്തെക്കുറിച്ച് കേട്ട് കഴിയുമ്പോൾ അടുത്ത് എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ചോദ്യമാണ് എക്സ്പെൻസസ് എത്രയുണ്ട്, ലിവിംഗ് എക്സ്പെൻസസ് എത്രയാണെന്നുള്ളത്. അയർലൻഡിൽ എത്തുന്ന ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ മന്ത്ലി എക്സ്പെൻസസ് ആവറേജ് നമ്മളിവിടെ അനലൈസ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, കമന്റ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മറ്റേതൊരു രാജ്യത്തും എന്ന പോലെ അയർലൻഡിലോട്ട് വരുമ്പോഴും ആദ്യം നിങ്ങളെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ചെലവ് താമസം തന്നെയാണ്. റെന്റ് ഇവിടെ വലിയൊരു എക്സ്പെൻസ് ആണ്. എസ്പെഷ്യലി നിങ്ങൾ അയർലൻഡിന്റെ വലിയ നഗരങ്ങളായ ഡബ്ലിൻ, കോർക്ക്, ഗാൾവേ എന്നീ നഗരങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ റെന്റ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ റെന്റിനെ കുറിച്ചുള്ള ഒരു ആവറേജ് ഐഡിയ നിങ്ങൾക്ക് തരികയാണ്. ഇൻഡിവിജ്വൽ ആയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, ആദ്യം ഒരു സിംഗിൾ നഴ്സായിട്ടോ അല്ലെങ്കിൽ സിംഗിൾ വേറെ ഏതെങ്കിലും ജോലിക്കായിട്ടോ ഒരു സ്റ്റുഡന്റ് ആയിട്ടോ വരുന്നത്, മിക്കവാറും നിങ്ങൾ ഒരു ഷെയറിംഗ് അക്കോമഡേഷനിലായിരിക്കും, ഒരു ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ. അപ്പോൾ മാസം ഒരു ആവറേജ് ഒരു 400-നും 600-നും യൂറോയ്ക്കിടയിലാണ് നിങ്ങളുടെ ചെലവ് വരിക. ഒരു 500 നമുക്കൊരു ആവറേജ് എടുക്കാം. ഒരു ഫാമിലി ആണെങ്കിൽ ഡബ്ലിനിലൊക്കെ ആണെങ്കിൽ ഒരു സിംഗിൾ ബെഡ്റൂം 1 ബെഡ്റൂം ഹൗസിന് ഇപ്പോഴത്തെ ഒരു കണക്കിന് ഒരു 1000 യൂറോയും അതിൽ മേലോട്ടുമാണ് മാസം റെന്റ്. 2 to 3 ബെഡ് ഹൗസ് ഒക്കെ ആണെങ്കിൽ അത് 2000, 1500-ഉം 2000-ന്റെ അടുത്ത് വരെ എത്തുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കൺട്രി സൈഡിലോ ഡബ്ലിന് പുറത്തോ ഇച്ചിരി ഉള്ളോട്ടൊക്കെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 ബെഡ്റൂം ഹൗസ് ഒരു 600-700 യൂറോയ്ക്കും ഒരു 2 to 3 ബെഡ് ഹൗസ് ഒരു 1000-1200 യൂറോയ്ക്കും കിട്ടുന്നതാണ്. അടുത്ത ഒരു പ്രധാന ചെലവാണ് യൂട്ടിലിറ്റി ബിൽസ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ലാൻഡ് ലോഡ്സ് നമ്മുടെ മന്ത്ലി വാടകയുടെ കൂടെ യൂട്ടിലിറ്റി ബിൽസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പക്ഷെ ബാക്കി മിക്കപ്പോഴും നമ്മൾ തന്നെയാണ് ഇതെല്ലാം അടയ്ക്കേണ്ടത്. അപ്പോൾ ഒരു ഫാമിലിക്ക് സാധാരണഗതിയിൽ എന്തൊക്കെ മന്ത്ലി എക്സ്പെൻസസ് വരും, അതിന് എത്ര ഏകദേശം ആവറേജ് വരും, ഒരു റഫ് കണക്കാണ്. ഇവിടെ ഇലക്ട്രിസിറ്റി, ഗ്യാസ് ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള എക്സ്പെൻസസ്. ഇലക്ട്രിസിറ്റി വീട് ചൂടാക്കാനും പിന്നെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നവരുണ്ട്, ഗ്യാസ് ഉപയോഗിക്കുന്നവരുണ്ട്. ഓരോ വീടിനും മാറി മാറി വരും. തണുപ്പ് രാജ്യമായതുകൊണ്ട് തന്നെ വിന്ററിൽ നമുക്ക് ഹീറ്റിംഗ് എക്സ്പെൻസസ് കൂടും. അപ്പോൾ ഞാനൊരു റഫ് എസ്റ്റിമേറ്റ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇലക്ട്രിസിറ്റിക്ക് ഒരു മാസം ഒരു 100 യൂറോ ആവറേജ്, വൈഫൈക്ക് ഒരു 30 മുതൽ 40 യൂറോ വരെ, ഗ്യാസിന്, ഹീറ്റിങ്ങിന്, കുക്കിങ്ങിനും ഹീറ്റിങ്ങിനും എല്ലാം കൂടി ഒരു 60-70, ചിലപ്പോൾ 100 വരെ. ഫോൺ റീചാർജിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു 10, 20, 30 ഓരോരാളുടെ അവരവരുടെ പ്രൊവൈഡറും എക്സ്പെൻസൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ നമ്മുടെ ബിന്ന്, വേസ്റ്റ് എക്സ്പെൻസസ് അതിനൊരു 20-30 യൂറോ. ആവറേജ് ഒരു കുടുംബത്തിന് ഒരു ബേസിക്കലി ഒരു 300-350 യൂറോ യൂട്ടിലിറ്റി ബിൽസ് ഒരു മാസം വരും. അടുത്ത നമ്മുടെ പ്രധാന ഒരു ചെലവ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടാണ്. നമ്മളിവിടെ ആദ്യമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നേഴ്സൊക്കെയാണ് ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ആദ്യത്തെ ഒരു 1 മന്ത് നമ്മുടെ താമസം നമ്മുടെ ഏജൻസി അറേഞ്ച് ചെയ്യും. അത് മിക്കപ്പോഴും നമുക്ക് കിട്ടുന്ന നഴ്സിംഗ് ഹോം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എവിടെ ജോലി അതിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ വാക്കിംഗ് ഡിസ്റ്റൻസ് ഒക്കെ ആകുമ്പോൾ വലിയ എക്സ്പെൻസ് നമുക്ക് ട്രാൻസ്പോർട്ട് വരത്തില്ല. പക്ഷെ നമുക്ക് ഇച്ചിരി ദൂരത്താണ് ബസ് പിടിച്ച് എല്ലാ ദിവസവും പോകണമെങ്കിൽ മാസം ഒരു 50-100 യൂറോ വരെ ബസ്സിന് അല്ലെങ്കിൽ ടാക്സിക്ക് അങ്ങനെയുള്ള ചെലവുകളൊക്കെ വരും. പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിൽ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു കാർ വേണ്ടി വരും. കാരണം കാറില്ലാതെ ഇവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് സിറ്റീസിൽ മാത്രമേ ഒത്തിരി എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൂ. വീക്കെൻഡ്സിലൊന്നും പബ്ലിക് ട്രാൻസ്പോർട്ട് അവിടെയും കുറവാണ്. ഉൾനാട്ടോട്ട് വരുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് കാർ എല്ലാത്തിനും വേണം. സ്കൂൾ ആവശ്യങ്ങൾക്ക്, ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക്, ഒരു ഫാമിലി വിസിറ്റ്സിന് എല്ലാത്തിനും വേണം. അപ്പോൾ ഒരു ചെറിയ കാർ ഒരു ആവറേജ് ഫാമിലിക്ക് കാണുമ്പോൾ 200-300 യൂറോ ഒരു മാസം ഫ്യൂവൽ എക്സ്പെൻസസ് വരും. ഇത് ടാക്സും ഇൻഷുറൻസ് ആവുന്നു കൂട്ടാതെയാണ് ഞാൻ പറയുന്നത്. വലിയ കാറും ഇച്ചിരി ലോങ് ഡ്രൈവ് വർക്കിനോ അല്ലെങ്കിൽ മറ്റാവശ്യത്തിനൊക്കെ പോകുന്നവരാണെങ്കിൽ 300 മുതൽ 500 യൂറോ വരെ കാറിന് ഒരു മാസം എക്സ്പെൻസ് വരും. പിന്നെ അടുത്ത നമ്മുടെ ചെലവ് എന്ന് പറഞ്ഞാൽ എല്ലാ കുടുംബത്തിലും ഗ്രോസറീസ്. അത് നമ്മൾ വീട്ടിലെ A to Z സാധനങ്ങൾ, കുക്കിങ്ങിനായിക്കോട്ടെ മറ്റു എല്ലാം വാങ്ങിക്കുന്നതിന്റെ ഒരു ചെലവാണ്. അതും ഒരിക്കലും നമുക്ക് എൻ്റെ കുടുംബവും നിങ്ങളുടെ കുടുംബവും കമ്പയർ ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ഫ്രണ്ടിന്റെ കുടുംബവും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓരോ കുടുംബത്തിനും ഓരോ ചെലവാണ്, ഓരോ ഹാബിറ്റ്സ് ആണ്. എന്നിരുന്നാലും ഒരു റഫ് ഐഡിയ തരാൻ വേണ്ടി അപ്രോക്സിമേറ്റ്ലി ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആദ്യമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷെയറിംഗ് അക്കോമഡേഷനിലൊക്കെ താമസിക്കുകയാണെങ്കിൽ ഒരു 200-400 യൂറോയിലും മന്ത്ലി എക്സ്പെൻസ് ഒതുക്കാൻ പറ്റും. ഒരു ഫാമിലിയൊക്കെ ആണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 500 യൂറോയ്ക്ക് മുകളിൽ വരും. കാരണം നമുക്ക് ഒരുപാട് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കാനുണ്ടാവും, പിള്ളേരുടെ സാധനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്ട്രാ എക്സ്പെൻസസ്. അത് 500-ൽ ഒതുക്കുന്നവരുണ്ടാവും, 1000 ഉണ്ടാവും, മാസം 1500 ചിലവുള്ളവരുണ്ടാവും. അപ്പോൾ ഒരു ആവറേജ് ആയിട്ട് 500-നും 1000-നും ഒരു ഫാമിലിക്ക് മന്ത്ലി ഗ്രോസറി എക്സ്പെൻസസ് ഉണ്ടാവും. അത് ഓരോ കുടുംബത്തിനും വ്യത്യസ്തമായിരിക്കും. ജസ്റ്റ് ഒരു റഫ് ഐഡിയ ആണിത്. ഇതൊക്കെയാണ് അയർലൻഡിൽ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരാൾക്ക് എല്ലാ മാസവും നിർബന്ധമായും ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ ചെലവുകൾ. ഇതല്ലാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില ചെലവുകളുണ്ട്, അപ്രതീക്ഷിതമായി വരുന്ന ചെലവുകളുണ്ട്, അല്ലെങ്കിൽ 2-3 മാസത്തിൽ 6 മാസത്തിലൊരിക്കൽ വാർഷികമായിട്ട് വരുന്ന ചെലവുകളുണ്ട്. അത് നിർബന്ധമില്ല, അത് ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഓരോ സമയത്ത് ഉണ്ടാവും. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് റഫായിട്ടൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഫാമിലി ഔട്ടിങ്ങിന് പോകുന്നു, നമ്മളൊരു ഫാമിലി ഡിന്നറിന് പോകുന്നു, അതിനൊരു എക്സ്പെൻസ്. ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ഡൈൻ ഔട്ട് പോകുന്നു, അതൊരു എക്സ്പെൻസ് ഉണ്ട്. ചൈൽഡ് മൈൻഡിങ് ഇവിടെ വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്.
അപ്പോൾ അത് ഒരു ഫാമിലിയെ വിത്ത് കിഡ്സ് രണ്ടുപേരും വർക്കിംഗ് ഒക്കെ ഉള്ള ഫാമിലീസിന് ഏറ്റവും വലിയ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫ്ലെക്സിബിൾ വർക്ക് ഷിഫ്റ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ നമ്മുടെ ഇന്ത്യൻ ഫാമിലീസ് അല്ലെങ്കിൽ മലയാളികൾ കൂടുതലും ചൈൽഡ് മൈൻഡിങ് ഓപ്ഷൻസ് ഇവിടുത്തെ എടുക്കാറില്ല, എടുക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഫുൾ ടൈം നമ്മൾ ഇവിടുത്തെ ഒരു ചൈൽഡ് മൈൻഡിങ് സർവീസ് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ €1,000 അല്ലെങ്കിൽ €1,000 പുറത്ത് നമുക്ക് എക്സ്പെൻസീവ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഷിഫ്റ്റും അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് എസ്പെഷ്യലി നമ്മൾ ചെറിയൊരു കുറച്ച് സമയമൊക്കെ നമുക്കൊരു ക്ലാഷ് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ക്ലോസ് ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് മ്യൂച്വലി ഹെൽപ്പ് ചെയ്തിട്ടാണ് ചൈൽഡ് മൈൻഡിങ് ആൾക്കാർ കവർ ചെയ്യുന്നത്. പിന്നെ ഇതൊന്നും കൂടാതെ എല്ലാ മാസവും നമുക്ക് എന്റർടൈൻമെന്റ്, ഇപ്പം നമുക്ക് എന്താ പറയുക ഓൺലൈൻ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവാം. പിന്നെ ഇവിടെ അയർലൻഡിൽ TV ലൈസൻസ് ഉണ്ട്. എല്ലാ വർഷവും €160 നമ്മൾ TV ലൈസൻസ് കൊടുക്കണം നമ്മുടെ വീട്ടിൽ ഒരു TV വെക്കുന്നതിന്. അപ്പോൾ അത് എത്ര സ്ക്രീൻ വേണമെങ്കിലും ആവാം, പക്ഷേ മിനിമം ഒരു വീടിന് ഒരു ലൈസൻസ് നമ്മൾ എടുത്തിരിക്കണം. ഇല്ലെങ്കിൽ അത് ചെക്കിങ്ങിന് നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ ഫൈനാണ്. അപ്പോൾ അതും ഒരു എക്സ്പെൻസ് ആണ്. പിന്നെ പ്രോപ്പർട്ടി ടാക്സ് ഉണ്ട്, വീടിന് ടാക്സ്, പിന്നെ ഹോം ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ നമ്മൾ വണ്ടി ഉപയോഗിക്കുന്ന റോഡ് ടാക്സ് ഉണ്ട്, പിന്നെ കാറിന്റെ ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് എക്സ്ട്രാ ചെലവുകളുണ്ട് മിസലേനിയസ്. ഇതെല്ലാം പക്ഷേ മിക്ക ചെലവുകളും നമുക്ക് ഇയർലി 12 months ആയി ഡിവൈഡ് ചെയ്ത് മന്ത്ലി ആയി അടയ്ക്കാവുന്നതാണ്. ചിലതൊക്കെ നമുക്ക് വൺ ടൈം പേയ്മെന്റ് ആണ്. പല ഓപ്ഷൻസും ഉണ്ട്. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ഒന്നാണ് മെഡിക്കൽ എക്സ്പെൻസസ്. ഇവിടെ GP സർവീസ് ആണ്. അപ്പോൾ നമുക്ക് ചെറിയ തലവേദനയോ പനിയോ തുമ്മലോ ജലദോഷമോ വീഴോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ടല്ല പോകുന്നത്. നമുക്കൊരു പേഴ്സണൽ ജനറൽ പ്രാക്ടീഷണർ അഥവാ GP ഉണ്ടാവും. അപ്പോൾ നമ്മൾ GP എടുക്കണം ഇവിടെ വരുമ്പോൾ തന്നെ. അപ്പോൾ GP എടുക്കാൻ നമുക്ക് ചിലവൊന്നുമില്ല. 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും അഡൾട്ട്സിനും GP വിസിറ്റിന് ഒരു വിസിറ്റിന് €50 മുതൽ €70 വരെ ഓരോ GPക്ക് ഓരോ റേറ്റ് ആണ് കൊടുക്കണം ഓരോ വിസിറ്റിനും. 6 വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും ഇവിടെ GPയും ഹോസ്പിറ്റലും അങ്ങനെ എല്ലാ എക്സ്പെൻസസും ഫ്രീ ആണ്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചിലവ് വരുന്നത് ഇപ്പം നമ്മുടെ GPയുടെ അടുത്ത് പോയി ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു, അത് പോയി ഫാർമസിയിൽ നിന്ന് മേടിക്കുമ്പോൾ മരുന്നിന് കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ അതാണ് നമുക്ക് അത് ഓരോ കുടുംബത്തിനും ഇപ്പം നമ്മുടെ അസുഖവും നമ്മുടെ ഇതൊക്കെ അനുസരിച്ച് ഓരോ ഫാമിലിക്കും ഡിഫറൻ്റ് ആയിരിക്കും. ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരുടെ ഏറ്റവും വലിയ കൺസേൺ ആയിരിക്കും സ്കൂൾ വിദ്യാഭ്യാസം. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം ഇവിടെ തികച്ചും സൗജന്യമാണ്. വലിയ ക്ലാസ്സിലോട്ടൊക്കെ പോകുമ്പോൾ ചെറിയ രീതിയിലുള്ള ചിലവുകളും സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആക്സസറീസ് അതിന്റെ സാധനങ്ങൾ വാങ്ങിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ചിലവുകളൊക്കെ ഉള്ളൂ. എന്നിരുന്നാലും നാട്ടിലൊന്നുള്ള പോലെ ലക്ഷങ്ങളൊക്കെ കൊടുത്ത് അഡ്മിഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷനോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. മിസലേനിയസ് എക്സ്പെൻസിന്റെ കാര്യം പറയുമ്പോൾ പറയാനുള്ള വേറൊരെന്നാണ് വിസയുടെ റിന്യൂവൽ. അയർലൻഡിലോട്ട് ആദ്യമായിട്ട് വരുമ്പോൾ ഒരു നേഴ്സിന്റെ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ നമ്മൾ ടെമ്പററി വിസയിലായിരിക്കും. 3 മാസം കഴിയുമ്പോൾ നമുക്കത് പെർമനന്റ് വിസയാക്കണം. അത് ആദ്യത്തെ 2 വർഷം നമുക്ക് 1 year വാലിഡിറ്റിയിലാണ് കിട്ടുന്നത്. എങ്ങനെയായാലും റിന്യൂ ചെയ്യാൻ €300 വേണം. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് സ്റ്റാമ്പ് 4 ആയി കഴിയുമ്പോൾ, അതായത് പെർമനന്റ് റെസിഡന്റ് ആയി കഴിയുമ്പോൾ സിറ്റിസൺഷിപ്പ് കിട്ടുന്നവരെ എല്ലാ 2 വർഷവും €300 കൊടുത്ത് റിന്യൂ ചെയ്യണം. പിന്നെ എല്ലാ കുടുംബത്തിനും ഉണ്ടാകുന്ന പോലെ നമുക്ക് മാസം നമ്മൾ പുറത്ത് പോകുന്നതിന് മാസം 1-2 പ്രാവശ്യം നമ്മൾ പുറത്ത് പോകും. വീട്ടിലേക്കുള്ള ക്ലോത്ത്സ് കാര്യങ്ങൾ, പിന്നെ എക്സ്ട്രാ പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങൾ, അങ്ങനെ 100,000 നമുക്കൊരു കുടുംബത്തിനുണ്ടാകുന്ന എല്ലാ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരു കുടുംബത്തിനുണ്ടാകുന്ന എല്ലാ എക്സ്ട്രാ ചിലവുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനുള്ള എക്സ്പെൻസ് അതൊന്നും ഓരോ കുടുംബത്തിനും ഓരോന്നാണ്. അതൊന്നും നമുക്കൊരു ക്ലിയർ കട്ടായിട്ട് പറയാനും പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് മിസലേനിയസ് ആയിട്ട് എൻ്റെ ഓർമ്മയിൽ വന്ന് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ. ഇതിന്റെ പുറത്ത് ഇവിടെ അയർലൻഡിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പറയാൻ 100 കാര്യങ്ങൾ ഉണ്ടാവാം. അതൊക്കെ കമന്റ് ബോക്സിൽ എഴുതുക, അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും ചിലവുകൾ ഞാൻ പറഞ്ഞപ്പോൾ എത്രയാണ് ഒരു മാസം നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് വരുന്നതെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതും ഞാൻ റഫായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഒരു ഉദാഹരണത്തിൽ ഒരു €4,500 ഒരു മാസം ഒരു കുടുംബ വരുമാനമുള്ള ഒരു ഫാമിലിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നു. മാസം 5,000, 6,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുമാനമുള്ള കുടുംബങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. ജസ്റ്റ് ബേസിക് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ അവരുടെ റെന്റ് ഞാൻ എടുത്തേക്കുന്നത് ആവറേജ് €1,400. ഗ്രോസറിക്ക് അവർക്ക് ഒരു മാസം ചിലവാകുന്നത് €800. യൂട്ടിലിറ്റിക്ക് അവർക്ക് ഒരു മാസം ചിലവാകുന്നത് €350. കാറ് അത് അങ്ങനെ ട്രാൻസ്പോർട്ട് എക്സ്പെൻസിന് ഒരു €300. മിസലേനിയസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് എക്സ്ട്രാസ് ഉണ്ടാവും. ആ എക്സ്ട്രാസ് എല്ലാം കൂട്ടിയിട്ടുള്ള എക്സ്ട്രാ ചിലവുകൾ ഒരു €500. അപ്പോൾ ടോട്ടൽ അവർക്ക് വരുന്ന ഒരു മാസത്തെ എക്സ്പെൻസ് ഒരു €3,350 അവർക്ക് അവരുടെ ചിലവ് എല്ലാം കഴിച്ച് സാലറിയിൽ നിന്ന് ബാക്കി ഉള്ളത് €1,150. എത്ര സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഒരു മാസം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ചോദ്യമാണ്. സേവിങ്സ് വളരെയധികം ഇൻഡിവിജ്വൽ ഡിപ്പെൻഡൻ്റ് ആണ്. €2,000 വരെ ഒരു മാസം സേവ് ചെയ്യുന്നവരുണ്ട്, 1,000 മാത്രം സേവ് ചെയ്യുന്നവരുണ്ട്, 500 മാത്രം സേവ് ചെയ്യുന്നവരുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും എക്സ്പെൻസസ് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മാസം ഒരു 500-നും 1,500-നും ഇടയിലോ അല്ലെങ്കിൽ 500-1000 വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ ചെലവുകൾ അയർലൻഡിൽ പുതുതായിട്ട് വരുന്ന ഒരു ഫാമിലിയുടെ, അതായത് 3-4 അംഗങ്ങളുള്ള ഒരു ഫാമിലിയുടെ, അല്ലെങ്കിൽ ഒരു 5 വർഷം താഴെയായി ഇവിടെ സെറ്റിൽ ആവാൻ തുടങ്ങുന്ന ഒരു ഫാമിലിയുടെ ചെലവുകളാണ്. ഇത് കൂടാതെ ഇപ്പോൾ ഒരു ബാച്ചിലർ ആണ് അല്ലെങ്കിൽ ഒരു യങ് കപ്പിളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ ചെലവുകൾ കുറയും, നമ്മുടെ സേവിങ്സ് കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ അയർലൻഡിൽ ഇപ്പോൾ ഒരുപാട് വർഷമായി കഴിയുമ്പോൾ നമ്മൾ ഒരു വീട് മേടിച്ച് കാറ് മേടിച്ച് ബേസിക് എക്സ്പെൻസസ് ഒക്കെ തീർന്ന് നമ്മൾ സെറ്റിലായി കഴിയുകയാണെങ്കിൽ നമ്മുടെ വരുമാനവും വർദ്ധിക്കും, അതിൻ്റെ കൂടെ നമ്മുടെ സേവിങ്സും വർദ്ധിക്കും. ഒരുപാട് വർഷങ്ങളായ മലയാളികൾക്ക് ഒരുപാട് ബിസിനസ്സുകൾ, ഒരുപാട് മറ്റ് പലതരം രീതിയിലുള്ള വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ
ഇതെല്ലാ ഇടത്തും ഉള്ള പോലെ ഇവിടെയും നമ്മൾ മുന്നോട്ട് പോകുന്നതോറും നമ്മൾ ഫിനാൻഷ്യലി മറ്റെല്ലാ രീതിയിലും കൂടുതൽ സ്റ്റേബിൾ ആവും. ടാക്സ് ഒരുപാട് കുറഞ്ഞ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് നോക്കുമ്പോൾ അത്രയും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരുപാട് നഴ്സുമാർ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാരണം ജോലി സ്ഥിരത, താമസിക്കാനുള്ള സ്ഥിരത, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ പെർമനന്റ്ലി സെറ്റിൽ ആവാനും ജോലിക്ക് നല്ല സ്റ്റെബിലിറ്റിയും പിന്നെ നല്ലൊരു ക്വാളിറ്റി ലൈഫും ആണ് അയർലൻഡ് അല്ലെങ്കിൽ ഇതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമുള്ള ടോപ്പിക്സ് കമന്റ് ബോക്സിൽ ഇടുക. തീർച്ചയായും നമ്മളത് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, കമന്റ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. താങ്ക് യു വെരി മച്ച്.